നമസ്കാരം. സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെഫിനിഷൻ പറഞ്ഞെങ്കിലും ആ ഒരു ഡെഫിനിഷനെല്ലാം നമ്മൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ടൂള് ഒരു തിയറമായിട്ട് വന്നിരിക്കുന്നത്. ഈ ടൂളാണ്, ഈ ഒരു തിയറമാണ് നമ്മൾ ഇനി വരുന്ന പ്രോബ്ലംസിലെല്ലാം സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു തിയറം നമ്മൾ യൂസ് ചെയ്യുക. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ നോൺ എംപ്റ്റി സെറ്റ് S is equal to V1, V2, etc. Vn in a vector space V is linearly independent if and only if രണ്ട് സൈഡിലും ശരിയാണ്. if and only if the only coefficients satisfying the equation ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന the only coefficients are C1 equal to C2 equal to etc. up to Cn is equal to 0. C1 V1 plus C2 V2 plus etc. plus Cn Vn is equal to 0 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോഎഫിഷ്യൻസ് ആര് മാത്രമാണ്? C1 equal to C2 equal to etc. up to Cn is equal to 0 എന്നാണ്. നമ്മുടെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഈ ഇക്വേഷനുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഈ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിരിക്കും. തിരിച്ചും ഇങ്ങനെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോഎഫിഷ്യൻസ് C1 equal to C2 equal to etc. up to Cn equal to 0 മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ സെറ്റ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് പ്രൂഫ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർ C1 V1 plus C2 V2 plus etc. plus Cn Vn equal to 0 implies C1 equal to C2 equal to etc. up to Cn is equal to 0. പിന്നെ കോൺവേഴ്സ്ലി നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? അടുത്തൊരു അസംഷൻ ഇതാണ്. this C1 V1 plus etc. plus Cn Vn equal to 0 implies C1 equal to C2 equal to etc. up to Cn is equal to 0. Then we have to show that S is linearly independent. ഇതിൻ്റെ പ്രൂഫിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച എന്തായിരുന്നു ഡെഫിനിഷൻ? എപ്പോഴാണ് ഒരു സെറ്റ് S is equal to V1 V2 etc. Vn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഈ ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നോ വെക്റ്റർ ഇൻ S ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതർ വെക്റ്റേഴ്സ്. ഇതിലെ ഒരു വെക്റ്ററിനെ പോലും മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റരുത്. പറ്റുവാണെങ്കിൽ അത് ലീനിയർലി ഇതിലേതെങ്കിലും ഒരു മെമ്പറിനെങ്കിലും മറ്റ് മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുവാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് പ്രൂഫിലേക്ക് പോകാം. പ്രൂഫിൽ നമ്മൾ ആദ്യം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. ഇത് പ്രൂവ് ചെയ്യും. സോ അവർ അസംഷൻ അസ്യൂം S is equal to V1 V2 etc. up to Vn is linearly independent എന്ന് അസ്യൂം ചെയ്തു. നമുക്കെന്താ കാണിക്കേണ്ടത് this one implies each coefficient is equal to 0 എന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് let C1 V1 plus C2 V2 plus etc. plus Cn Vn is equal to 0. നമുക്കെന്താ കാണിക്കേണ്ടത്? ഓരോ കോഎഫിഷ്യൻറ്റും C1 C2 etc. up to Cn ഈക്വൽ ടു 0 എന്നല്ലേ കാണിക്കേണ്ടത്? നമ്മൾ നേരെ തിരിച്ച് അസ്യൂം ചെയ്യും. ഇതിലേതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ ആണ് അസ്യൂം ചെയ്യുക. ആരെയാണ് നമ്മൾ നോൺ സീറോ എടുക്കുക? C1 C2 etc. up to Cn ഏതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് സപ്പോസ് C1 ഈസ് നോട്ട് 0, C1 0 അല്ല എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും 0 ആണെന്ന് കാണിക്കേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഇതിലേതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ. ആ നോൺ സീറോ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആരാണ്? C1 ആണ്. അതിന് C1 ചൂസ് ചെയ്യേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. സപ്പോസ് C10 ആണ് നോൺ സീറോ എന്ന് കരുതിക്കോ. നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഇവിടേക്ക് C10 എഴുതുക, ഇവിടേക്ക് C1 എഴുതുക. C10 V10 എവിടെ എഴുതുക, C1 V1 എവിടേക്ക് എഴുതുക. കുഴപ്പമില്ലല്ലോ. അങ്ങനെ എഴുതാൻ പറ്റുമോ? ഒരു വെക്റ്റർ സ്പേസിൽ എലമെൻറ്റ്സിനെ അങ്ങോട്ടോട്ട് മാറ്റി എഴുതാൻ പറ്റുമോ? പറ്റും. നമുക്കറിയാം വെക്റ്റർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ടാണ് മാറ്റി എഴുതുന്നൊരു കുഴപ്പമില്ല. സോ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി we may assume that C1 not equal to 0.
is C1. If possible, let C1 not equal to 0. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എടുക്കുക. സോ ദിസ് ഇക്വേഷൻ, ഫ്രം ദിസ് ഇക്വേഷൻ C1 V1 is equal to minus C2 V2 minus C3 V3 minus etc. minus Cn Vn എന്ന് എഴുതാം. പക്ഷേ C1 നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് C1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ V1 ഈസ് ഈക്വൽ ടു മൈനസ് C2 ബൈ C1. ഇത് ആക്ച്വലി C1 ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേട്ടോ. മൈനസ് C3 ബൈ C1 V3 മൈനസ് എക്സെട്ര മൈനസ് Cn ബൈ C1 Vn എന്നുണ്ടാവും. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ V1 നോക്കിയേ. നൗ ദിസ് V1 ഇത് ലീനിയർ കോമ്പിനേഷനാണ്. നോക്കൂ, ഇത് V2 V3 എക്സെട്ര അപ് ടു Vn എന്ന മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് ഇത്. നൗ V1 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതർ വെക്ടേഴ്സ്. നോക്കൂ, ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടർ മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ്. കോൺട്രഡിക്ഷൻ ആയില്ലേ? കോൺട്രഡിക്ഷൻ. നമ്മുടെ അസംഷൻ എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. എവിടെ നിന്നാണ് കോൺട്രഡിക്ഷൻ വന്ന്? നമ്മുടെ അസംഷൻ എന്തായിരുന്നു? നമ്മൾ എഴുതിയുണ്ട് ഇഫ് പോസിബിൾ ഇതിലൊരാളെങ്കിലും നോൺ സീറോ ആണ്. അപ്പോൾ ഒരാൾക്ക് പോലും നോൺ സീറോ ആകാൻ പറ്റില്ല. എല്ലാവരും എന്താവണം? സീറോ ആവണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അസ്യൂം ചെയ്തു. ദിസ് ലീനിയർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു 0. നമുക്ക് കാണിക്കേണ്ടത് ഈച്ച് കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. വി അസ്യൂം ദാറ്റ് ഇഫ് പോസിബിൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് നോൺ സീറോ. ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് നോൺ സീറോ ആണ്. അയാൾ നമ്മൾ എന്താ ചെയ്തു? C1 എടുത്തു. ലെറ്റ് C1 നോട്ട് ഈക്വൽ ടു 0. ഈ ഇക്വേഷന് C1 V1 ഈസ് ഈക്വൽ ടു, ബാക്കിയുള്ളവരൊക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. സോ വാട്ട് ഈസ് V1? V1 ഈസ് ഈക്വൽ ടു ദിസ് വൺ. Now V1 is a linear combination of the other elements. So by definition of linear dependence, S is linearly dependent. This implies S is linearly dependent, which is a contradiction. Okay അല്ലേ? അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. സോ ഈച്ച് കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു 0. ഒരു പാർട്ടായി. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യണം. എന്താ കോൺവേഴ്സ് എന്താ വരിക? നമ്മൾ ഇത് അസ്യൂം ചെയ്യും. ദിസ് ലീനിയർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈച്ച് കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു 0. ആ അസംഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണിക്കണം? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. കോൺവേഴ്സ്ലി C1 V1 plus C2 V2 plus etc. plus Cn Vn equal to 0 implies C1 equal to C2 equal to etc. up to Cn is equal to 0. ഇത് നമ്മുടെ അസംഷനാണ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമുക്ക് കാണിക്കേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കേണ്ടത്. നേരെ തിരിച്ച് അസ്യൂം ചെയ്യാം. ഇഫ് പോസിബിൾ ലെറ്റ് എസ് ബി ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് അസ്യൂം ചെയ്യാം. ലീനിയർ ഡിപ്പെൻഡൻ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്. എന്താ? ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെങ്കിൽ നമുക്ക് മറ്റുള്ളവരൊക്കെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റണം അല്ലേ? വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി we may assume that V1 can be expressed as a linear combination of the other vectors. So മനസ്സിലായിട്ടുണ്ടാവും. ലീനിയർലി ഡിപ്പെൻഡ് ആണെന്ന് അസ്യൂം ചെയ്തു. ലീനിയർ ഡിപ്പെൻഡ് ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വെക്ടറിനെങ്കിലും മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റണം. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി we may assume that V1 is a linear combination of the other vectors. So let V1 is equal to അങ്ങനെ എഴുതാം. നമുക്ക് K1 എടുക്കാം. K1 വേണം, K2 എടുക്കാം. K2 V2 അങ്ങനെ എടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. K2 V2 പ്ലസ് K3 V3 പ്ലസ് എക്സെട്ര പ്ലസ്
KNVN എന്നെടുത്തു. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ V1 മൈനസ് K2 V2 മൈനസ് K3 V3 മൈനസ് എക്സെട്ര മൈനസ് KNVN ഇസ് ഈക്വൽ ടു 0. ഇപ്പം നോക്കൂ, ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0. ഇത് V1 V2 എക്സെട്ര അപ് ടു VN ലീനിയർ കോമ്പിനേഷൻ. അത് ദാറ്റ് ലീനിയർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു 0. അതിലെ കോഎഫിഷ്യൻസ് നിങ്ങൾ ശ്രമിച്ച് നോക്കിയാൽ ഈ K2 K3 എക്സെട്ര അപ് ടു KNൻ്റെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷേ V1ൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? V1ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. നമ്മുടെ അസംഷൻ തെറ്റിയില്ലേ? എന്തായിരുന്നു അസംഷൻ? ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ 0 ആണെങ്കിൽ ഓരോ കോഎഫിഷ്യൻ്റും ഈക്വൽ 0 ആയിരിക്കണം നമ്മുടെ അസംഷൻ. പക്ഷേ ഇവിടെ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കിട്ടി. ആ ലീനിയർ കോമ്പിനേഷനിൽ V1ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്, വിച്ച് ഈസ് നോൺ 0. ശരിയല്ലേ? എ കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ വന്ന്? നമ്മുടെ അസംഷൻ എന്താ? എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ്. അത് ഫോൾസ് ആണ്. സോ എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ വരുന്ന ഈ 1 ആണ് നമുക്ക് ശരിയായത്. ഓക്കെ, സോ കോൺട്രഡിക്ഷൻ. Contradiction, therefore S is linearly independent. ഓക്കെ, നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ കുറേ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വരും. ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻ്റ് വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ നമ്മൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻ്റ് ഡെഫിനിഷനായിട്ട് ഈ ഒരു തിയറി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.